നമ്മുടെ കർത്താവ് രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തിരുവചനത്തിലൂടെ ദൈവശബ്ദം കേൾക്കുന്ന ഏവർക്കും വീണ്ടും ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവും വന്ദനവും ആരംഭത്തിൽ അറിയിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും. ഒരിക്കൽ കൂടെ ആ വാക്യം വായിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും. ഈ വചനം വായിക്കുമ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്ത ഞാൻ പങ്കുവെക്കുന്നു. അത് കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹവും വിടുതലും ആശ്വാസമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാരംഭത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. ആ ആത്മമണവാളനായ ക്രിസ്തു ഒരു ദൈവ പൈതലിനെ വിട്ടു പോയാൽ, അഥവാ വിട്ടുപിരിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന വല്ലാത്ത വേദനകളെ കുറിച്ചാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, ആത്മമണവാളനായ ക്രിസ്തു അഥവാ പരിശുദ്ധാത്മാവ് ഒരുവനിൽ നിന്നും വിട്ടുപോയാൽ, അകന്നുപോയാൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ പോലും അറിയാതെ കടന്നു വരുന്ന വല്ലാത്ത ദുരിതങ്ങൾ, വല്ലാത്ത വേദനകൾ, വല്ലാത്ത ക്ലേശങ്ങൾ, ഭാരങ്ങൾ, വല്ലാത്ത കെടുതികൾ, വല്ലാത്ത ന്യായവിധിയെക്കുറിച്ചാണ് അല്പമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നാലും ഈ വചനത്തിൻ്റെ പശ്ചാത്തലം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ, ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവ് മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തൻ്റെ അടുക്കൽ ശാസ്ത്രിമാരിൽ ഒരുവൻ ഇപ്രകാരം എന്ന് പറഞ്ഞു. യോഹന്നാന്റെ ശിഷ്യന്മാർ കൂടെ കൂടെ ഉപവസിച്ചു പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പരീശന്മാരുടെ ശിഷ്യന്മാർ കൂടെ കൂടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങയുടെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത്? അതിന് മറുപടിയായിട്ടാണ് യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞത്. മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും. പ്രിയ ദൈവമക്കളെ, മണവാളൻ എന്ന് പറയുന്ന പദം യേശു ക്രിസ്തു തന്നെ കുറിച്ച് പറഞ്ഞതാണ്. താൻ ക്രിസ്തു ആരാണ്? വാസ്തവത്തിൽ യേശു ക്രിസ്തു ദൈവമാണ്, സത്യദൈവമാണ്. ദൈവം എന്ന് പറഞ്ഞാലോ, യേശു പഠിപ്പിച്ചു, ദൈവം ആത്മാവാകുന്നു. അപ്പോ വീണ്ടും യേശു ക്രിസ്തു പറഞ്ഞു, കർത്താവ് ആത്മാവാകുന്നു. അതിൻ്റെ അർത്ഥം മണവാളൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അത് അക്ഷരീയമായി അന്ന് യേശുക്രിസ്തു പറഞ്ഞത് യാഥാർത്ഥ്യമാണെങ്കിലും അത് ആത്മീയമായി നമ്മൾ മനസ്സിലാക്കിയാൽ പരിശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോകുന്ന കാര്യമാണ് പറയുന്നത്. അതെ, മണവാളനായ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിന്നും അവനെ വിട്ടുപോയാൽ, പിരിഞ്ഞു പോയാൽ, അവൻ്റെ ജീവിതത്തിൽ അവൻ പോലും അറിയാതെ കടന്നു വരുന്ന നന്മകളല്ല, അനുഗ്രഹമല്ല, വിടുതലുകളല്ല, ആശ്വാസമല്ല, പിന്നെയോ അവൻ പോലും അറിയാതെ അവൻ്റെ ജീവിതം അന്ധകാരത്താൽ പിടിക്കപ്പെടും. ഇരുട്ടിനാൽ നിറഞ്ഞ് തപ്പിത്തടഞ്ഞു വല്ലാത്ത വേദനയിലും ശോധനയിലും ദുഃഖത്തിലൂടെ കടന്നു പോകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നു. എന്നെ ചിന്തിപ്പിച്ച ഒരുപാട് ചിന്തകളിൽ ഒരു 7 കാര്യങ്ങൾ കമ്പിവാചകത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങളും മനസ്സിലാക്കണം. ഒരുപക്ഷെ ക്രിസ്തുവിനെ കണ്ടുമുട്ടി പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ദൈവാലയത്തിൽ പോകുന്നു, ഇതൊക്കെ ശരിയാണെങ്കിലും ജീവിതത്തിൽ ഇന്നും നിങ്ങളെ പിന്തുടരുന്ന വല്ലാത്ത ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഭാരങ്ങളുമാണെങ്കിൽ ഓർക്കണം, എവിടെയോ ജീവിതത്തിൽ പാകപ്പിഴകൾ പറ്റി ദൈവം നിങ്ങളെ മൂടിയിരുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ വിട്ടുപോയി. ആത്മശക്തിയും ആത്മകൃപയും ദൈവ സാന്നിധ്യവും വിട്ടുപോകുമ്പോഴാണ് ഒരുവന്റെ ജീവിതത്തിൽ വല്ലാത്ത ദുരിതങ്ങൾ കടന്നു വരുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, മണവാളൻ പിരിഞ്ഞു പോകുന്ന ഒരു കാലം വരും, അന്ന് അവർ ഉപവസിക്കും.
എന്താണ് മണവാളനായ ക്രിസ്തു ഒരുവനെ വിട്ടുപോകുമ്പോൾ കടന്നു വരുന്ന ഒന്നാമത്തെ പരാജയം എന്താണ്? ആമേൻ. യോഹന്നാന്റെ സുവിശേഷം സ്തോത്രം 15-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അടുത്ത പദം ഇങ്ങനെയാണ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഒന്നുകൂടി ആ വാക്യം ഞാൻ വായിക്കുന്നു, പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അടുത്ത പദം വളരെ ചിന്തനീയമാണ്. എന്നെ പിരിഞ്ഞ്, മണവാളനായ എന്നെ പിരിഞ്ഞ്, പരിശുദ്ധാത്മാവിനെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഈ ലോകപ്രകാരം എന്തെങ്കിലും ഒന്ന് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചല്ല യേശുക്രിസ്തു പറഞ്ഞത്. മണവാളൻ ഇല്ല എങ്കിലും, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഒരുവന്റെ ജീവിതത്തിൽ ഇല്ല എങ്കിലും ലോകപ്രകാരം സർവ്വലോകവും നേടിയെടുക്കാം. സ്തോത്രം. ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിൽ നേടിയെടുക്കാം. നല്ല വിദ്യാഭ്യാസം, പേരും പെരുമയും പ്രശസ്തിയെല്ലാം നേടിയെടുക്കാം. ക്രിസ്തുവിനെ കൂടാതെ ഒരുപക്ഷെ മനുഷ്യൻ ചന്ദ്രനിൽ വരെ ഇങ്ങനെ കടന്നുപോയി ലോകത്തിൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തി. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നത് ദൈവരാജ്യ സംബന്ധമായ കാര്യങ്ങളെ കുറിച്ചാണ്. മണവാളൻ ഒരുവനെ വിട്ടുപോയാൽ അവൻ ഒരുപാട് ആഗ്രഹങ്ങൾ കണ്ടേക്കാം. പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, പ്രസംഗിക്കണം, ആത്മാക്കൾ നേരണം, വൻകാര്യങ്ങൾ ചെയ്യണം, ആഗ്രഹങ്ങൾ കാണും. പക്ഷേ പക്ഷവാതം പിടിക്കപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യന് പല ആഗ്രഹങ്ങളുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ സാധിക്കാത്തതുപോലെ പരിശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ ദൈവരാജ്യ സംബന്ധമായി അവനൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരുപക്ഷെ പള്ളിയിൽ പോകാൻ പറ്റും, എന്തൊക്കെയോ മാനുഷികമായി മനുഷ്യന്റെ മുമ്പിൽ പാട്ടും പ്രാർത്ഥനയൊക്കെ മാനുഷികമായി ചെയ്യാം. എന്നാൽ ആത്മാവിൽ ദൈവരാജ്യത്തിന് വേണ്ടി ഒരു വിരൽ പോലും അനക്കുവാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പഴയ നിയമം വായിക്കുമ്പോൾ ഇസ്രായേലിൽ രാജാവ് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ 14 ന്യായാധിപന്മാർ ഇസ്രായേലിനെ ന്യായം വിധിച്ചതായി, ഭരണം നടത്തിയതായി കാണുന്നു. അതിൽ അതിശക്തനായ ഒരു ന്യായാധിപനായിരുന്നു സാംസൺ അഥവാ ശിംശോൻ. അവൻ ഒരിക്കൽ ഒരു ദിവസം അവനിൽ വലിയ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു, ദൈവശക്തി ഉണ്ടായിരുന്നു. അവൻ പാപം ചെയ്ത് ദൈവസന്നിധി വിട്ട് അകന്നു പോയപ്പോൾ അവനിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവ് അവനെ വിട്ടുമാറി, പരിശുദ്ധാത്മാവ് അവനെ വിട്ടുമാറി. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, യഹോവ അവനെ വിട്ടുമാറി. അവൻ പരാജയപ്പെട്ട് പിന്നെ അവനൊന്നും ചെയ്യുവാൻ കഴിവില്ലാതെ അവൻ ബന്ധിക്കപ്പെട്ടവനായി കാണുവാൻ കഴിയുന്നു. ഇന്നലെ വരെ വൻകാര്യങ്ങൾക്ക് ദൈവത്തിനു വേണ്ടി ചെയ്തത്, ദൈവരാജ്യത്തിനു വേണ്ടി, ഇസ്രായേൽ ജനത്തിനു വേണ്ടി ശത്രുവിനോട് പോരാടി വൻകാര്യങ്ങൾ ചെയ്ത മനുഷ്യൻ ദൈവത്തിന്റെ ആത്മാവ് അവനെ വിട്ടുപോയപ്പോൾ, ഒന്നുകൂടി പറഞ്ഞാൽ മണവാളനായ ദൈവം അവനെ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു, യഹോവ അവനെ വിട്ടുമാറി, ശക്തി അവനെ വിട്ടുമാറി എന്നെഴുതിയിരിക്കുന്നു. ശക്തി അവനെ വിട്ടുമാറിയപ്പോൾ അവനൊന്നും ചെയ്യുവാൻ കഴിയാതെ വണ്ണം അവൻ വല്ലാത്ത വേദന നിറഞ്ഞ് ഒരു ചണ്ടിയായി മാറി ബന്ധിക്കപ്പെടുവാനിടയായതായി കാണുവാൻ കഴിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്ന് ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ആത്മമണവാളനായ ക്രിസ്തു എന്നോടുകൂടെ ഉണ്ടോ? എന്നെ വിട്ടുപോയോ? ദൈവ സാന്നിധ്യം നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യുവാൻ പറ്റില്ല. ഇവിടെ യേശു പറയുന്നു, എന്നെ പിരിഞ്ഞു നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏത് കാര്യത്തിൽ? ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. ഒരു സ്തോത്രം, അല്ലെങ്കിൽ പള്ളിയിലെ പുരോഹിതനായിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വലിയ പാസ്റ്ററായിരിക്കാൻ പറ്റും, പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ലോകപ്രകാരമൊക്കെ. എന്നാൽ ആത്മാവിൽ യുദ്ധം ചെയ്യുവാൻ, ശത്രുവിനോട് പടപൊരുതുവാൻ, ആത്മാക്കളെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് ദൈവരാജ്യത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി ചെയ്യുവാൻ അവനെ കൊണ്ടൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, എന്നെ പിരിഞ്ഞ്, മണവാളനായ എന്നെ പിരിഞ്ഞ് നിനക്കൊന്നും
ചെയ്യുവാൻ കഴിയുകയില്ല. രണ്ടാമത് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കണമേ. യിരെമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യരിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഒന്നുകൂടെ വാക്യം വായിക്കുന്നു, യിരെമ്യാവ് 17:5. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യരിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ട് പിരിയുന്ന മനുഷ്യൻ, വിട്ട് മാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. രണ്ടാമത് ആത്മ മണവാളനായ ദൈവം അല്ലെങ്കിൽ പരിശുദ്ധാത്മ ഒരുവന്റെ ഹൃദയത്തെ വിട്ടുമാറിയാൽ, ഒരുവന്റെ ഹൃദയം ദൈവത്തെ വിട്ടുമാറിയാൽ അവനെ കുറിച്ച് പറയുന്നു, അവൻ ശപിക്കപ്പെട്ടവൻ. അടുത്തെന്താ പറയുന്നത്? അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകുന്നു, നന്മ വരുമ്പോൾ അവൻ കാണുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മളിൽ നിന്ന് വിട്ടുമാറിയാൽ ദൈവശക്തി, ദൈവകൃപ, ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ ബലമുള്ള കര നമ്മെ വിട്ടുമാറിയാൽ ഒരായുസ് മുഴുവനും വിതയ്ക്കുക. ഒരിക്കലും ഒരു കൊയ്ത്ത് കാണാൻ കഴിയാതെ വണ്ണം, നന്മ കാണുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ ജീവിതം പരാജയപ്പെട്ടു. അതാണ് പറയുന്നത്, ഹൃദയം കൊണ്ട് വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ, അവൻ നന്മ വരുമ്പോൾ അത് കാണുകയില്ല, അവൻ ശപിക്കപ്പെട്ടവനാണ്. ആവർത്തനം 28:14 പറയുന്നു, ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല വചനങ്ങളും വിട്ട് അന്യ ദൈവങ്ങളെ പിന്തുടർന്നാൽ നീ ശപിക്കപ്പെട്ടവനാകും. അടുത്തു പറയുന്ന ഭ്രാന്തും അന്ധതമസും എന്ന് തുടങ്ങി പലതരത്തിലുള്ള രോഗങ്ങളെ കുറിച്ച് പറയുന്നു. കുരുടൻ തപ്പിത്തടയുന്നത് പോലെ നീ തപ്പിത്തടയും. അടുത്തു പറയുന്നു, ആരും നിന്നെ രക്ഷിക്കയില്ല. പ്രിയ ദൈവമക്കളെ, ആവർത്തനം 28:14 ഒന്നുകൂടി പറയുന്നു, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനങ്ങൾ വിട്ട് മാറി. വചനം അത് ദൈവത്തെ കാണിക്കുന്നു. വചനം വിട്ടുമാറി അന്യ ദൈവങ്ങളെ സേവിച്ചാൽ നിന്റെ ജീവിതത്തിൽ ശാപങ്ങൾ നിന്നെ പിന്തുടരും. ആർക്കും നിന്നെ രക്ഷിക്കുവാൻ കഴിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ എന്താണ് ഈ ശാപങ്ങൾ കടന്നു വരുന്നത്? എന്താണ് വല്ലാത്ത ഇരുട്ട്? എന്താണ് വല്ലാത്ത വെല്ലുവിളി? എന്താണ് ജീവിതത്തിൽ ഒരിക്കലും തീരാത്ത കണ്ണുനീരും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും ഭീതിയും? എത്ര തന്നെ അധ്വാനിച്ചിട്ട് മുന്നേറുവാൻ കഴിയുന്നില്ല. വല്ലാത്ത ദുരിതം നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നു പോകുവാൻ, ജീവിതത്തിൽ ഒരു ഇരുട്ടുമില്ലാതെ വെളിച്ചമില്ലാതെ വേദനയിലൂടെ കടന്നു പോകുവാൻ കാരണമെന്നത് ചോദിച്ചാൽ അവൻ ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറി എന്നുള്ളത് കൊണ്ടാണ്. ഇന്ന് പലരുടെയും ഹൃദയങ്ങൾ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്നു. യഹൂദാ ജനത്തെ നോക്കി യെശയ്യാവ് പ്രവചിച്ചു, അധരം കൊണ്ട് നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നു, അധരം കൊണ്ട് നിങ്ങൾ പാട്ടുപാടുന്നു, ദൈവാലയത്തിൽ ചെന്ന് ദൈവിക കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ ഹൃദയം എന്നെ വിട്ടകന്നുപോയി. ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഒക്കെ വർദ്ധിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പലരുടെയും ഏകാഗ്രത നഷ്ടമായി, പലതും കണ്ടും കേട്ടും സമയം വേർതിരിച്ച് അതിൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കുമ്പോൾ അവരുടെ ഹൃദയം അവരുടെ ഹൃദയത്തിൽ പലപ്പോഴും വിട്ടുമാറി, അവരുടെ ഹൃദയം ശൂന്യമായി വല്ലാത്ത ശാപത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിന്നെ തന്നെ ശോധനയുടെ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ വല്ലാത്ത ശാപങ്ങൾ കടന്നു വരുന്നത്? മറ്റൊന്നുമല്ല, നീ ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറി എന്നുള്ളതാണ് രണ്ടാമത്തെ പരാജയം. മൂന്നാമത് ജീവിതത്തിൽ എന്താണ്? മണവാളനായ ദൈവത്തെ, ക്രിസ്തുവിനെ അഥവാ പരിശുദ്ധാത്മാവിനെ വിട്ടുമാറിയാൽ, പരിശുദ്ധാത്മാവ് നിന്നിൽ നിന്ന് അകന്നു പോയാൽ മൂന്നാമത് കടന്നു വരുന്ന പരാജയങ്ങൾ. അതേ, സ്തോത്രം ചെയ്യുന്നു. യിരെമ്യാവിന്റെ പുസ്തകം തന്നെ 6:8 പറയുന്നു, യെരൂശലേമേ, നിന്നെ വിട്ടുപിരിയാതെയും ഞാൻ നിന്നെ ശൂന്യവും നിർജ്ജനവും ആകാതെയും ഇരിക്കേണ്ടതിന് ഉപദേശം കൈക്കൊള്ളുക. ഒന്നുകൂടി ആ വാക്യം വായിക്കുന്നു, യിരെമ്യാവ് 6:8, യെരൂശലേമേ, നിന്നെ വിട്ടുപിരിയാതെയും ഞാൻ നിന്നെ ശൂന്യവും നിർജ്ജനവും ആകാതിരിക്കേണ്ടതിന് എൻ്റെ ഉപദേശം കൈക്കൊള്ളുക. എന്നെ വിട്ടുപിരിയാതെയും. യെരൂശലേമേ എന്ന് പറയുന്ന പദം ആത്മീയം അക്ഷരീയമായി ഇന്ന് കാണുന്ന യെരൂശലേം തന്നെയാണ്. ആത്മീയമായി ദൈവസഭയെ ജീവനുള്ള യെരൂശലേമിനോട് ചിത്രീകരിച്ച് ബൈബിൾ പറയുന്നു. അപ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന ഒരു ദൈവവൈതലിന് കൊടുത്തിരിക്കുന്ന ഒരു പേര് യെശയ്യാവിന്റെ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു. യെരൂശലേം എന്ന് വിളിക്കപ്പെടുന്നു. ഇവിടെ പറയുന്നു, യെരൂശലേമേ, ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞ് നീ ശൂന്യമായി പോകാതിരിക്കുവാൻ എൻ്റെ ഉപദേശം കൈക്കൊള്ളുക. അതിൻ്റെ അർത്ഥം
മണവാളനായ ക്രിസ്തു നിന്നെ വിട്ടുപോയാൽ നീ ശൂന്യമായി തീരും. എന്താണ് ശൂന്യം എന്ന് പറയുന്നത്? ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും ഹൃദയത്തിൽ എവിടെയോ ഒരു അസ്വസ്ഥത, എവിടെയോ ഒരു അസമാധാനം, എവിടെയോ ഒരു നിറവില്ല, എവിടെയോ ഒരു തൃപ്തിയില്ല. എത്ര കിട്ടിയാലും പിറുപിറുപ്പും മറുതലിപ്പും, വല്ലാത്തൊരു ശൂന്യത. എല്ലാം ഉള്ളതുപോലെ തോന്നും. വലിയ കൊട്ടാര സദൃശമായ വീടുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, ഒരുപാട് ശമ്പളമുണ്ട്, ഭാര്യയ്ക്കും ഭർത്താവിന് ശമ്പളം, മക്കൾക്ക് ശമ്പളമുണ്ട്, ഒരുപാട് വരുമാന മാർഗങ്ങളുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരു പ്രത്യാശയില്ല, ജീവിതത്തിൽ ഒരു സന്തോഷമില്ല, ജീവിതത്തിൽ ഒരു ആനന്ദമില്ല, ജീവിതത്തിൽ ഒരു പ്രകാശമില്ല. എന്തുണ്ടെങ്കിലും, എത്ര ലക്ഷം രൂപ ബാങ്കിലുണ്ടെങ്കിലും, എന്തൊക്കെ വരുമാനമുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരു നിറവില്ല, ഒരു ശൂന്യത, എവിടെയോ ഒരു ഭാരം, എവിടെയോ ഒരു അസമാധാനം തളം കെട്ടി നിൽക്കുന്ന അനുഭവത്തെയാണ് ശൂന്യത എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് മീഖായുടെ പ്രവചനത്തിൽ 6-ാം അധ്യായം 7 ഇങ്ങനെ അവിടെ ആ വാക്യത്തിൽ കാണുന്നു, നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞാൻ നിന്നെ ശൂന്യമാക്കും. അടുത്തു പറയും, നീ ഭക്ഷിക്കും, തൃപ്തി വരില്ല, വിശപ്പടങ്ങുകയുമില്ല, നീ നീക്കി വയ്ക്കും, സ്വരൂപിക്കുകയില്ല, അത് വാളിനേൽപ്പിക്കും, നീ വിതയ്ക്കും, അത് കൊയ്യുകയുമില്ല. നോക്കണമേ, എത്ര ഭക്ഷിച്ചാലും എത്ര തിന്നാലും ഒരു തൃപ്തിയുമില്ല. ഒരിക്കലും വിശപ്പടങ്ങുന്നില്ല. ചില ആൾക്കാർ എപ്പോഴും ഭക്ഷിച്ചുകൊണ്ടിരിക്കണം, തിന്നുകൊണ്ടിരിക്കണം. ചിലരുടെ ജീവിതം നീക്കി വയ്ക്കും. ഒരു പിച്ചക്കാരന് പോലും 10 രൂപ കൊടുക്കില്ല. നടത്തുന്ന ദൈവനാമത്തിനോ ദൈവവേലക്കാർക്കോ 10 രൂപ കൊടുക്കത്തില്ല, കാണിക്കയിടത്തില്ല, കൂട്ടിക്കൂട്ടി വയ്ക്കും. ബൈബിൾ പറയുന്നു, മണവാളൻ നിന്നെ വിട്ടു വിരിഞ്ഞാൽ ഈ സ്വരൂപിച്ചു വെച്ചിരിക്കുന്നതെല്ലാം വാളിനേൽപ്പിക്കും. നീ വിതയ്ക്കും, കൊയ്യുകയില്ല. പ്രിയ ദൈവമക്കളെ, 3-ാമത് പറയുന്നു, ആത്മമണവാളനായ ക്രിസ്തു നിന്നെ വിട്ടുപോയാൽ, പരിശുദ്ധാത്മാവ് നിന്നെ വിട്ടുപോയാൽ നിന്റെ ജീവിതം എന്തുണ്ടെന്ന് പറഞ്ഞാലും ഒരു ശൂന്യമായിരിക്കും. അതുകൊണ്ട് രാത്രി ഒരിക്കൽ കൂടെ നിന്നെ ചിന്തിക്കുക, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ ശൂന്യത കടന്നു വരുന്നു? മറ്റൊന്നുമല്ല, നിന്നെ മൂടിയിരുന്ന ദൈവത്തിന്റെ കൃപ, നിന്നിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ വിട്ടുപോയി. മണവാളൻ നിന്നെ വിട്ട് ഗുഡ് ബൈ പറഞ്ഞു പോയതുകൊണ്ട് ജീവിതത്തിൽ ശൂന്യത കടന്നു വരുന്നതായി കാണുന്നു. 4-ാമത് എന്താണ്? മണവാളനായ ക്രിസ്തു നിന്നെ വിട്ടുപിരിഞ്ഞാൽ കടന്നു വരുന്ന 4-ാമത്തെ പരാജയങ്ങൾ, 4-ാമത്തെ ദുരിതം. 17-ാം അധ്യായം 13-ാമത്തെ വാക്യം യിരെമ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നു, ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവനും ലജ്ജിച്ചു പോകും. അടുത്തു പറയുന്നു, നിന്നെ വിട്ടുപോകുന്ന അവരുടെ പേര് മണ്ണിൽ എഴുതി വയ്ക്കും. ഒന്നുകൂടി പറയുന്നു, 17-ന്റെ 13-ാമത്തെ വാക്യം, ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവനും ലജ്ജിച്ചു പോകും. അടുത്തു പറയുന്നു, നിന്നെ വിട്ടുപോകുന്നവരുടെ പേര് മണ്ണിൽ എഴുതി വയ്ക്കും. 4-ാമത്തെ ദുരിതം, വേദന, കഷ്ടം, പ്രയാസം എന്തെന്ന് ചോദിച്ചാൽ ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ, മണവാളനായ ക്രിസ്തു, പരിശുദ്ധാത്മാവ്, ആത്മശക്തി ഒരുവനെ വിട്ടുപോയാൽ അവന്റെ പേര് മണ്ണിൽ എഴുതി വയ്ക്കും. എന്ന് പറഞ്ഞാൽ മണ്ണിൽ, ഈ ഭൂമിയിൽ മാത്രം അവന്റെ പേരും പെരുമയും പ്രശസ്തിയും കാണും. പക്ഷേ അവന്റെ പേര് വിണ്ണിൽ, സ്വർഗത്തിൽ, നിത്യതയിൽ അവന്റെ പേര് കാണത്തില്ല. ഇന്ന് അനേക ജനങ്ങൾ ഈ ലോകത്തിലുള്ള പേരിനും പ്രശസ്തിക്കും വേണ്ടി, മറ്റുള്ളവർ അറിയപ്പെടുവാൻ വേണ്ടി ദൈവം നൽകിയ ദൈവത്തിന്റെ കൃപകളും അഭിഷേകവും ദൈവശക്തിയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ പേര് പലപ്പോഴും മണ്ണിൽ എഴുതി നിത്യതയിൽ നിന്ന് മാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വെളിപ്പാട് പുസ്തകം 21 പറയുന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യും തള്ളിയിടും. ആകയാൽ ഇന്ന് രാത്രി ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണമേ. സ്തോത്രം. ദൈവം നിങ്ങളെ വിട്ടുപിരിഞ്ഞാൽ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മാഞ്ഞു പോവുകയും നിങ്ങളുടെ പേര് മണ്ണിൽ എഴുതി വയ്ക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കി ജീവിതത്തെ ക്രമീകരിച്ച് നഷ്ടപ്പെട്ട ദൈവകൃപയ്ക്കായി വീണ്ടും ഉപവസിക്കുവാൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ആലോചന പറയുന്നു. 5-ാമത്തെ അനുഭവം എന്താണ്? മണവാളനായ ക്രിസ്തു പിരിഞ്ഞുപോയാൽ കടന്നു വരുന്ന പരാജയം. ആവർത്തനം 2:41 മുതൽ വായിക്കുവാൻ കാണുന്ന, യുദ്ധത്തിൽ പരാജയപ്പെടും. കനാന്യരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാൻ വേണ്ടി കടന്നുപോയ ഇസ്രായേൽ ജനം, ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിലില്ല, നിങ്ങളെ വിട്ടുപോയിരിക്കും, നിങ്ങൾ യുദ്ധത്തിന് കടന്നു പോകരുതില്ല. അവർ അഹങ്കാരത്തോടുകൂടെ ദൈവമില്ലാതെ യുദ്ധത്തിന് കടന്നുപോയി.
അവിടെ എഴുതിയിരിക്കുന്നു, തേനീച്ച പോലെ അവരെ ശത്രു പിന്തുടർന്നു. അവർ ചിന്നാഭിന്നമായി പരാജയപ്പെട്ടുപോയി. ശത്രുവിൻ്റെ മുമ്പിൽ വല്ലാത്ത പരാജയം കടന്നു വരുവാൻ കാരണം എന്താണ്? ഇവരുടെ പരാജയത്തിന് കാരണം ദൈവം അവരെ വിട്ടുമാറി. ആറാമത്തെ ദുരിതം എന്താണ്? മണവാളനായ ക്രിസ്തു ഒരുവനെ വിട്ടുമാറിയാൽ, ദൈവസാന്നിധ്യം ഒരുവനെ വിട്ടുമാറിയാൽ അവരുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്ന് ആറാമതെന്താണ്? മത്തായി സുവിശേഷം 14-ാം അധ്യായം 23 മുതൽ 33 വരെ വായിക്കുമ്പോൾ ഒരു സംഭവം കാണുവാൻ കഴിയുന്നു. യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 വരെ പോഷിപ്പിച്ചതിന് ശേഷം ഇതാ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ അക്കരെ കവർണ്ണഭൂമിയിലേക്ക് കടന്നു പോകുവാൻ പറഞ്ഞു. എന്നാൽ യേശു ഇല്ലാതെ, യേശുവിനെ കൂടാതെ, കർത്താവിനെ കൂടാതെ അവർ ഇതാ കടലിൽ യാത്ര ചെയ്യുവാനിടയായി. ബോട്ടിൽ യാത്ര ചെയ്ത് കവർണ്ണഭൂമിയിലേക്ക് കടന്നു പോകുമ്പോൾ രാത്രി അതിശക്തമായ കാറ്റും കോളും തിരമാലകളും കടന്നു വരുവാനിടയായി ഇത് കാണുവാൻ കഴിയുന്നു. പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ ക്രിസ്തു ഇല്ലാതെ മണവാളനെ പിരിഞ്ഞ് ഒരുവൻ യാത്ര ചെയ്താൽ ലക്ഷ്യം മുമ്പിലുണ്ടെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് എത്താതെ വണ്ണം വഴിയുടെ മധ്യേ വളരെ ദുരന്തങ്ങൾ, വല്ലാത്ത ദുരിതങ്ങൾ, കോളും തിരയും തിരമാലകളും സുനാമി പോലത്തെ പ്രശ്നങ്ങൾ അടിച്ചുയരുവാന് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയാത്തതിന് കാരണം അവിടെ എഴുതിയിരിക്കുന്നു, ക്രിസ്തു അവരോട് കൂടെ കടന്നുപോയില്ല. ഇല്ലായിരുന്നു. അതിൻ്റെ അർത്ഥം മണവാളനായ ക്രിസ്തു ഇല്ല എങ്കിൽ നമ്മുടെ യാത്രകളെല്ലാം വളരെ ദുരിതം നിറഞ്ഞ, വേദന നിറഞ്ഞ, പ്രയാസം നിറഞ്ഞ, വെല്ലുവിളികൾ നിറഞ്ഞ, വല്ലാത്ത കാറ്റും കോളും തിരമാലകളെയും കൊണ്ട് നിറഞ്ഞതായിരിക്കുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. എന്നാൽ ആ 4-ാം യാമത്തിൽ യേശു അവരുടെ അടുക്കൽ വന്ന് അവർ കടന്നുപോയ പടകിലോട്ട് കയറാൻ അനുവാദം കൊടുത്തു. യേശു പടകിൽ കയറിയതും അടുത്തെഴുതിയിരിക്കുന്നു, അവർ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവർ കണ്ടത് കവർന്ന ഭൂമിയിൽ അവർ എത്തിക്കഴിഞ്ഞു. പ്രിയ ദൈവമക്കളെ, കർത്താവിനെ പിരിഞ്ഞുള്ള യാത്ര ദുരിതം നിറഞ്ഞ യാത്രയായിരിക്കും. ആകയാൽ മണവാളനെ വിട്ട് പിരിഞ്ഞുള്ള ഒരു യാത്രകൾക്കും നിങ്ങൾ തുനിയരുത്, അത് പരാജയമായിരിക്കും. 7-ാമത്തെ കാര്യം എന്താണ്? മണവാളനായ ദൈവം, പരിശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ കടന്നു വരുന്ന മറ്റൊരു വിഷയമാണ്. യിരെമ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു. അതിൻ്റെ യഥാർത്ഥ അർത്ഥം യിരെമ്യാവ് 7-ാം അധ്യായം വായിച്ചാൽ, അവിടെ ശ്രദ്ധിച്ചു വായിച്ചാൽ കാണുന്നു, ദൈവജനം ദൈവാലയത്തിൽ വന്നിങ്ങനെ പ്രശംസിക്കും, ഞങ്ങളുടെ ആലയം, ഞങ്ങളുടെ ആലയം. ആലയത്തെ നോക്കി വളരെ പ്രശംസിക്കുമായിരുന്നു. എത്ര മനോഹരമായി പണിതിരിക്കുന്ന ദൈവാലയമാണ്. സ്വർണം, വെള്ളി, പൊന്ന്, വൈഡൂര്യം കൊണ്ട് മനോഹരമായി ശലോമോനാൽ പണിയപ്പെട്ട മനോഹരമായ ദൈവാലയമെന്ന് അവർ പറഞ്ഞ് അതിനെ പ്രശംസിക്കുകയായിരുന്നു. ദൈവത്തെക്കാൾ, ദൈവവചനത്തെക്കാൾ, പ്രവാചകന്മാരെക്കാൾ ഉപരിയായി ദൈവ ആലയത്തിന് പ്രാധാന്യം കൊടുത്ത്, എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, അവർ അന്യ ദൈവങ്ങളുടെ അടുക്കൽ പോയി അന്യ ദൈവങ്ങളെ രഹസ്യമായി സേവിക്കുകയും ചെയ്യും. സ്തോത്രം. ദൈവാലയത്തിലും വരും, അന്യ ദൈവങ്ങളെ ആരാധിക്കുകയും ചെയ്യും. അങ്ങനെ ദൈവ വഴിവിട്ടുപോയ ഇസ്രായേലിനെ നോക്കി യിരെമ്യാവ് പറയുന്നു, നിങ്ങൾ ആരാധിച്ചോ, പ്രാർത്ഥിച്ചോ, എന്ത് വേണോ ചെയ്തു, പക്ഷേ ദൈവം ഇവിടെയില്ല. ദൈവം ഇവിടെ വിട്ടുപോയി. ആത്മാവാം ദൈവം, മണവാളനായ ദൈവം നിങ്ങളെ വിട്ടുപോയി. എന്നെ കേൾക്കുന്ന ദൈവമേ, അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നാളുകൾ കഴിഞ്ഞപ്പോൾ ശത്രുവായിരിക്കുന്ന ഇന്നത്തെ ഇറാഖ്, പണ്ടത്തെ ബാബേൽ സാമ്രാജ്യത്തിലെ അധിപൻ നെബൂഖദ്നേസർ രാജാവ് കടന്നു വന്ന് അന്നത്തെ രാജാവിൻ്റെ കണ്ണിനെ കുത്തിപ്പൊട്ടിച്ചു. മക്കളെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. ഇസ്രായേൽ ജനത്തെ കൂട്ടം കൂട്ടമായി പ്രവാസത്തിലേക്ക്, അന്യരാജ്യത്തിലേക്ക്, ഇറാഖിലേക്ക്, അഥവാ അന്നത്തെ ബാബേൽ സാമ്രാജ്യത്തിൽ കൊണ്ടുപോകുവാനിടയായി. ഒറ്റ വാക്ക് പറഞ്ഞാൽ, ദൈവത്തെ വിട്ടുപിരിഞ്ഞാൽ അല്ല, ദൈവം വിട്ടുപിരിഞ്ഞാൽ നിന്റെ ജീവിതം ശത്രുവിൻ്റെ കയ്യിൽ കളിപ്പാട്ടമായി, പ്രവാസത്തിൽ അടിമകളായി ബന്ധിക്കപ്പെട്ട് വേദനയിലൂടെ കടന്നു പോകുമെന്നാണ് അവിടെ കാണുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനം. ഇസ്രായേൽ ജനം ഒന്നിച്ചുകൂടി ദൈവാലയത്തിൽ വന്ന് ദൈവാലയത്തെ പ്രശംസിക്കും. മറ്റാർക്കുമില്ലാത്ത ദൈവാലയം, മനോഹരമായി പണിത ദൈവാലയം, നല്ല സംവിധാനം ഇതിനകത്തുണ്ട്, നല്ല യാഗമുണ്ട്, നല്ല ആരാധനയുണ്ട്, എല്ലാമുണ്ട്.
പറയുന്നുണ്ട്. പക്ഷേ ഇരമ്യാവ് പറയുന്നു, ദൈവം നിങ്ങളെ വിട്ടുപോയി, ദൈവം ഇവിടെയില്ല, അതുകൊണ്ട് അവർ പ്രവാസത്തിലേക്ക് പോകുവാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേ, ദൈവം ഒരുവനെ വിട്ടുമാറിയാൽ, ആമേ, മണവാളനായ പരിശുദ്ധാത്മ ഒരുവനെ വിട്ടുപിരിഞ്ഞാൽ അവൻ്റെ ജീവിതം പരാജയപ്പെടുമെന്ന് ഈ വചനങ്ങളിലൂടെ കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ ആമേ, ദൈവം തന്നിരിക്കുന്ന ഈ അല്പകാലത്തെ ജീവിതം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെട്ട് ആമേ, മണവാളനായ ക്രിസ്തുവുമായി നല്ല സഹിത്വത്തിലുമേ ഉണ്ടായി പാവങ്ങൾ എന്തെങ്കിലും വന്നങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധി നെടുമ്പാട വീണ് മടങ്ങി വന്ന് കർത്താവുമായി നമ്മൾ ആമേ രമ്യത അനുഭവിച്ച് മുന്നോട്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പരാജയങ്ങൾ ആമയെ കടന്നു പോകും. അപ്പോൾ തന്നെ ഒരു പദം കൂടെ ഞാൻ പറയട്ടെ. ദൈവ സാന്നിധ്യം മണവാളൻ വിട്ടുപിരിഞ്ഞാൽ കടന്നു വരുന്ന പരാജയങ്ങളെക്കുറിച്ച് പറയുവാനിടയായി. ഒന്നാമത് പറഞ്ഞു, ആമേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് പറഞ്ഞു, ശപിക്കപ്പെടും. മൂന്നാമത് പറയുവാനിടയായി, ജീവിതം ശൂന്യമായി പോകും. നാലാമത് പറയുവാനിടയായി, അവൻ്റെ പേര് മണ്ണിൽ എഴുതി വയ്ക്കും. അഞ്ചാമത് പറഞ്ഞു, യുദ്ധത്തിൽ പരാജയപ്പെടും. ആറാമത് പറയുവാനിടയായി, ആമേ, സ്തോത്രം ചെയ്യുന്നു, കാറ്റും കോളും തിരമാലകളും യാത്രയിൽ പ്രതികൂലമാകും. ഏഴാമത് പറഞ്ഞു, ആമേ, ദൈവമില്ല, മണവാളനില്ലാത്ത ജീവിതം പ്രവാസത്തിലേക്ക് പോകുവാനിടയായും. എന്നാൽ അടുത്ത ഒരു പദം ഞാൻ എടുത്തു പറയട്ടെ. ദൈവം കൂടെയുണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യം കൂടെയുണ്ടെങ്കിൽ, മണവാളനായ ദൈവം കൂടെയുണ്ടെങ്കിൽ, ആമേ, ഇരമ്യാവ് 32:40 പറയുന്നു, ഞാൻ അവരെ വിട്ടു പിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. അവർ എന്നെ വിട്ടുപിരിയാതിരിക്കേണ്ടതിന് എങ്കിലുള്ള ഭക്തിയെ അവരുടെ ഹൃദയത്തിലാക്കും. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഇരമ്യാവ് 32:40 പറയുന്നു, ഞാൻ അവരെ വിട്ടു പിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. അവർ എന്നെ എന്നേക്കും വിട്ടുപിരിയാതെ ഭയപ്പെടേണ്ടതിന് എങ്കിലുള്ള ഭക്തിയെ അവരുടെ ഹൃദയത്തിലാക്കും. നോക്കണമേ, വിട്ടുപിരിഞ്ഞാൽ ഒരുപാട് പരാജയങ്ങൾ, 7 മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അനവധിയായ പരാജയങ്ങൾ അവിടെ കാണുവാൻ കഴിയുന്നു. എന്നാൽ ദൈവത്തെ വിട്ടുപിരിയാതെ, ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവമായി നമ്മൾ കടന്നുപോയി. അവിടെ എഴുതിയിരിക്കുന്നു, വിട്ടുപിരിയാതെ നന്മ ചെയ്തു കൊണ്ടേയിരിക്കും. 23 സങ്കീർത്തനം 6 നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. 65 സങ്കീർത്തനം ദാവീദ് പറയുന്നു, നിന്റെ സംവത്സരം നന്മ കൊണ്ട് അലങ്കരിക്കും, നിന്റെ പാത പുഷ്ടി പൊഴിക്കും, മരുഭൂമിയുടെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കും എന്ന് തുടങ്ങി അനുഗ്രഹത്തിൻ്റെ നിറവ് അവിടെ കാണുവാൻ കഴിയുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം നമ്മളെ വിട്ടുപിരിയാതെ നമ്മുടെ ആയുസ് മുഴുവനും, നമ്മുടെ ജോലി, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ യാത്ര, അവരെല്ലാ മേഖലകളിലും ദൈവം നമ്മൾ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോടുകൂടി ഇരിക്കണം. അതുകൊണ്ട് കുറിവാക്യത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. യേശു പറഞ്ഞു, മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും, ആ കാലത്ത് അവർ ഉപവസിക്കും. അതേ മണവാളൻ പിരിഞ്ഞുപോയാൽ എന്താണ് ഒരു മാർഗം രക്ഷപ്പെടാൻ? ഉപവസിക്കുക എന്നുള്ളതാണ്. അതാണ് യേശു പറഞ്ഞത്. മണവാളൻ നിങ്ങളെ വിട്ട് പിരിയുന്ന കാലം വരും. നീ എത്ര ബലവാനായിരുന്നാലും ശക്തനായിരുന്നാലും, ശിഷ്യന്മാരോട് പറയുന്നു, 3.5 വർഷക്കാലം നിങ്ങൾ എന്നോടുകൂടെ നടന്നു, എന്തെല്ലാം കണ്ടും അത്ഭുതങ്ങൾ നിങ്ങൾ ചെയ്താലും ഒരുപക്ഷെ മണവാളൻ നിങ്ങളെ വിട്ട് പിരിയുന്നൊരു കാലം വരും. അന്ന് നിങ്ങൾ ഉപവസിച്ചു കൊള്ളതാകയാൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം നിങ്ങളെ വിട്ടു മാറിയെന്ന് തോന്നുന്നു എങ്കിൽ, പഴയ ആത്മചൈതന്യം ദൈവകൃപയും ഇല്ല എങ്കിൽ ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കുക, ഉപവസിക്കുക. വ്യക്തിപരമായി സഭയിൽ ചെന്നിരുന്നൊക്കെ ഉപവസിച്ച് ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പാവങ്ങളെ ഏറ്റുപറഞ്ഞ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുന്ന വചനപ്രകാരം ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ വീണ്ടും നിന്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും, ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. എല്ലാം നഷ്ടപ്പെട്ട ശിംശോൻ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ വീണ്ടും ആ ശക്തി ഇറങ്ങി വന്നതുപോലെ വചനം പറയുന്നു, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടിൽ ഉപേക്ഷിക്കില്ല. ആരും നശിച്ചു പോകുന്ന ദൈവത്തിന് ഇഷ്ടമില്ല. ആകയാൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ തീരുമാനമെടുക്കുക, ദൈവദാസനെ അങ്ങ് പറഞ്ഞതെല്ലാം സത്യമാണ്. എൻ്റെ ജീവിതത്തിൽ പാട്ടും പ്രാർത്ഥനയെല്ലാം ഉണ്ടെങ്കിലും ജീവിതം ദുരിതം നിറഞ്ഞ ഒരു ജീവിതമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരിക്കൽ കൂടെ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു, യഥാസ്ഥാനപ്പെടുന്നു എന്ന് പറഞ്ഞ് തീരുമാനമെടുക്കുമ്പോൾ നിൻ്റെ ജീവിതം വീണ്ടും അനുഗ്രഹിക്കപ്പെടും. ഇതുവരെ കാണാത്ത പുത്തൻ നന്മകളും അനുഗ്രഹങ്ങളും വഴികളും ഉറവുകളും വാതിലും
വാതിലുകളും തുറന്ന് എൻ്റെ ദൈവം നിന്നെ ശക്തിയോട് നിന്നെ അനുഗ്രഹിക്കും. നീ കണ്ടില്ലാത്ത ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, രാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനവുമായി കടന്നു പോകും. യഹോവയുടെ മഹത്വം നിന്റെ മേൽ വ്യാപരിക്കും. ആമി നൂറുകണക്കിന് ആയിരക്കണക്കിന് ആത്മാക്കളെ തീർന്നിൽ വലിച്ചെടുക്കുന്ന ഒരു കൊള്ളിയായി മാറും. ദൈവത്തിനിൽ പ്രസാദിക്കുക. അതിനേക്കാളുപരി കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടുകൂടെ ആമേ സ്തോത്രം കർത്താവിനെ എതിരേൽക്കാൻ ആമേ എടുക്കപ്പെടുന്ന ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ കടന്നു വരുമാകയാൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യശക്തിക്കായി നമുക്ക് ഒരു നിമിഷം കൂടി ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, നിങ്ങളുടെ ജീവിതം എത്ര ദുഃഖം നിറഞ്ഞതായിരുന്നാലും ദുരിതം നിറഞ്ഞതായിരുന്നാലും ഈ ദിവസങ്ങളെ അതിൽ നിന്നെല്ലാം ദൈവം രക്ഷിക്കും. നിങ്ങളെ ഉയർത്തും, നിങ്ങളെ മാനിക്കും. ഈ വചനം അതിനുവേണ്ടി ദൈവം തന്നതാണ്. നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വചനം കേട്ട് എല്ലാവരും അനുഗ്രഹിക്കണമേ. ആമേ. മണവാളം പിരിഞ്ഞു പോകുന്ന കാലം വരും. ഈ ശബ്ദം കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ മണവാളനായ ക്രിസ്തു പരിശുദ്ധാത്മാവ് വിട്ടുപിരിഞ്ഞെങ്കിൽ എൻ്റെ ദൈവമേ, ഈ ദിവസങ്ങളിൽ മടങ്ങി വന്ന് മാറോടണച്ചവരെ ശക്തിയോടെ അതിശക്തിയോടെ വീണ്ടും പ്രയോജനപ്പെടണമേ. എല്ലാ പരാജയങ്ങളും തോൽവികളും ദൈവം മാറ്റണമേ. എൻ്റെ ദൈവം അവരുടെ പേര് വീണ്ടും ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി നിത്യതയുടെ തുറമുഖത്ത് കൊണ്ടെത്തിക്കണമേ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ വ്യാപരിക്കും. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് നന്ദി. മുഴുമഹത്വം എടുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.